മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പോളയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ ക്യാരറ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുമാണ്. പിന്നെ ആവശ്യത്തിനുള്ള മുട്ട 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കശുവണ്ടി മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ പാൽപ്പൊടിയുമാണ്. പാൽപ്പൊടി ഒരു 4 ടേബിൾ സ്പൂണോളം കാണും. പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര, പിന്നെ 3-4 ഏലക്ക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള നെയ്യും. ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതുപോലെ ഒരു കുക്കറിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരാവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലിൽ നമുക്ക് വേവിച്ചാൽ മതിയാകും. അങ്ങനെ ക്യാരറ്റൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സിമ്മിലിടണം ഈ സമയത്ത്. അതിന് ശേഷം ഞാനിവിടെ 2 ടീസ്പൂണോളം നെയ്യ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും ചേർക്കാം. ഞാൻ ഇച്ചിരി കൂടുതലാട്ടോ കശുവണ്ടി മുന്തിരിയൊക്കെ എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം നെയ്യിൽ. അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള നെയ്യിലോട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കാരണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പച്ചയോടെ ഇടുമ്പോഴത്തേക്കും ക്യാരറ്റിൻ്റെ അടുത്ത് ഒരു പച്ച ചുവ നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് മാറി കിട്ടാനാണ് നെയ്യിലിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റത്തേക്കൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അങ്ങനെ ക്യാരറ്റൊക്കെ ഞാൻ നെയ്യിലിട്ട് വഴറ്റി ഒരു സെപ്പറേറ്റ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ക്യാരറ്റ് വെന്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. പിന്നെ ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വിസലിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഞാനൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുവാണ്. അപ്പോൾ ക്യാരറ്റ് നമ്മളിനി അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ ആ ചൂടിൻ്റെ പ്രഷർ കൊണ്ട് മിക്സിയുടെ ജാറൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് തുറന്ന് ചാടും. അതുകൊണ്ടിട്ടാണ് ആ ജാറിൻ്റെ അടുപ്പൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ചാടും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മിക്സിയുടെ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ച ക്യാരറ്റിനകത്തോട്ട് ചേർക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച 2 കോഴിമുട്ട ഇതിനകത്തോട്ട് ചേർക്കുവാണ്. നേരത്തെ എടുത്ത് വെച്ച പാൽപ്പൊടിയും അതും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും 3-4 ഏലക്കയും അതിലെല്ലാം കൂടി ഒന്നിച്ചിടുവാണ് ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യണ്ട. മുട്ടയും ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് പുഴുങ്ങിയതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ വെള്ളം കൂടി ഇറങ്ങി വന്നോളും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മളിവിടെ നിന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അങ്ങനെ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ അരപ്പെല്ലാം. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ നെയ്യിലിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. എന്നുവെച്ച് നമുക്കൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഞാനൊരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആട്ടോ. പാനിൽ നെയ്യൊക്കെ തടവി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മിശ്രിതം നമുക്ക് അതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എല്ലാ വശവും. നല്ല ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇതിന് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ തീ ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ ചേർത്ത ആ ഒരു പാനിൽ നമ്മൾ ചേർത്ത മിശ്രിതം ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കത് അടുക്കി പിടിക്കും. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഞാനിവിടെ ഒരു പാത്രം വെച്ച് മൂടിയിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ തീ വളരെ കുറച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 20 മിനിറ്റൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ഞാൻ നേരത്തെ ഇത് വേവിക്കാൻ വെച്ചപ്പോൾ കശുവണ്ടി മുന്തിരിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. അതായത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. നമുക്കിതുപോലത്തെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നൈഫോ എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാകുമ്പോഴത്തേക്കും നമുക്കിതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞൊരു സെർവിങ് പാത്രത്തിലൊന്ന് വ്യത്യസ്തമായ രീതിയിൽ മാറ്റി 2 പീസായിട്ട് വെച്ചിരിക്കുവാണ്. അപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത പിള്ളേർ ഒത്തിരി പേരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയാണ്. നല്ല സ്വീറ്റായിട്ടൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.